എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് ജൂൺ 21-ാം തീയതി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 21-ാം തീയതി വരെ നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി.ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അടുത്ത പേജിൽ പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് FY-UGP കോളേജസ് അതുപോലെ FY-IMB ഡിപ്പാർട്ട്മെൻറ്റ്സ് അഡ്മിഷൻ 2025 ക്ലിക്ക് ചെയ്യുക. FY-UGP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് വഴിയാണ് അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക. നിങ്ങൾക്ക് FY-IMB ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പാലയാട് ക്യാമ്പസിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് ഉണ്ടാവുക. FY-UGP എന്ന് പറഞ്ഞാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. FY-IMB ആണെങ്കിൽ 4 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണരൂപം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഹോം പേജ് തന്നെയായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോം എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കുറച്ച് അക്കങ്ങൾ കാണാം. നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ ഒരു അക്കങ്ങൾ ചേഞ്ച് ആയിട്ട് വേറെ ഏതെങ്കിലും അക്കങ്ങളായിരിക്കും. അത് നിങ്ങൾ എന്താണോ കാണുന്നത് അതാണ് അവിടെ വെരിഫിക്കേഷൻ കോഡായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID എന്നിവ കൊടുത്തു കഴിഞ്ഞാൽ ഇമെയിൽ IDയിലേക്ക് ഒരു ലിങ്ക് വരും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് റീസെറ്റിൽ ക്ലിക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് കൊടുത്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ വെബ്സൈറ്റിൽ ഈ ഒരു ഷെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്ത ഷെഡ്യൂൾ നിലവിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂൺ 21-ാം തീയതി അതായത് 21/6/2025 തീയതിക്കുള്ളിൽ അഡ്മിഷൻ ഫീസ് ഓൺലൈനായിട്ട് SBE Pay വഴി മാത്രം നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനത്തിന് ഹാജരാവേണ്ടതില്ല. അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നുള്ളത്. അഡ്മിഷൻ എടുക്കേണ്ടതില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ. മറ്റു രീതിയിൽ ഫീസ് അടച്ചാൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. അതുപോലെ SBI Pay എന്ന് പറയുമ്പോൾ നിങ്ങൾക്കാരും നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫീസ് അടക്കാത്തവർക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അഡ്മിഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് 990 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന് 925 രൂപയാണ് ഫീസ് വരുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് പേ ഫീസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താണ് ഫീസ് അടയ്ക്കേണ്ടത്. വിദ്യാർത്ഥികൾ അത് പേ ഫീസ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് വിവരങ്ങൾ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് ഫീസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അഡ്മിഷൻ ഫീസ് അടക്കാത്ത അപേക്ഷയുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ അഡ്മിഷൻ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റദ്ദ് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരല്ലെങ്കിലും തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് അഡ്മിഷൻ ഫീസ് യഥാക്രമം അടക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ UG ഒന്നാം അലോട്ട്മെൻറ്റ് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനായിട്ട് ഈ ഒരു സർക്കുലറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യാറെന്ന് പറഞ്ഞിട്ട് PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള ഒരു സൗകര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ തങ്ങൾക്ക് ലഭിച്ച സീറ്റിൽ സംതൃപ്തരാണെങ്കിൽ അഡ്മിഷൻ ഫീസ് അടച്ച ശേഷം അവരുടെ ഹയർ ഓപ്ഷനുകൾ 21/6/2025 തീയതിക്കുള്ളിൽ നീക്കം ചെയ്യേണ്ടതാണ്. ഇപ്രകാരം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ റദ്ദ് ചെയ്ത ഹയർ ഓപ്ഷനുകൾ ഒരു കാരണവശാലും പിന്നീട് പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നതല്ല. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ അടുത്ത അലോട്ട്മെൻറ്റിൽ ആ ഒരു ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുന്നതാണ്. അവർക്ക് പുതിയ അലോട്ട്മെൻറ്റ് നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടതാണ്. രണ്ടാം അലോട്ട്മെൻറ്റ് ജൂൺ 23-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ കോളേജ് പഠന വകുപ്പുകളിലേക്കുള്ള പ്രവേശനം, അതായത് FIUGPയുടേതാണ്. അതായത് FIUGP അല്ല, FIIMBയുടേതാണ്. അപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് നടത്തുന്നതാണ്. 1-2 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം അതത് കോളേജിൽ പഠന വകുപ്പുകളിൽ അഡ്മിഷൻ വേണ്ടി ഹാജരാകേണ്ടതാണ്. അഡ്മിഷൻ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഡ്മിഷൻ ലഭിച്ചവർക്ക് കോളേജ് അല്ലെങ്കിൽ പഠന വകുപ്പുകളിൽ ഹാജരാകുന്നതിനുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം താഴെ കൊടുത്തിരിക്കുന്ന രേഖകളും പ്രവേശനത്തിന് അതത് കോളേജുകൾ അല്ലെങ്കിൽ പഠന വകുപ്പുകളിൽ ഹാജരാക്കേണ്ടതാണ്. ഒന്നാമത്തേത് വേണ്ടത് ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടാണ്. അതുപോലെ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ അഡ്മിഷൻ ഫീസ്, ഓൺലൈൻ എന്നിവ അടച്ച ശേഷമുള്ള ആ ഒരു റെസിപ്റ്റിൻ്റെ ഫീസ്, അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയുടെ അത് രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഡിജി ലോക്കറിൽ നിന്ന് കിട്ടുന്ന അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ജനനത്തീയതി തെളിയിക്കാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതായത് SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ TC, അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതാണ് കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസൽ കമ്മ്യൂണിറ്റി, അതായത് ഒറിജിനൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST വിഭാഗക്കാർക്ക്, അതുപോലെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് തെളിയിക്കാനായിട്ടുള്ള വിദ്യാഭ്യാസ രേഖ OEC വിഭാഗക്കാർക്ക്, EWS വിഭാഗം ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SCBC വിഭാഗങ്ങൾക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന് 1 വർഷം വാലിഡിറ്റി ഉള്ളൂ. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ HSC, VHSC, THSC, CBSE, അതുപോലെ CAS, NIOS, കേരള +2 തുല്യത എന്നീ പരീക്ഷ ഒഴികെയുള്ള മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർക്ക് കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അത് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും രേഖ, അത് SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ബർത്ത് പ്ലേസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതി. അതുപോലെ തന്നെ അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ്, ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രിൻ്റ് ഔട്ട്. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത എല്ലാ വിദ്യാർത്ഥികളും ഫീസ് അടച്ചതിൻ്റെ വിവരങ്ങൾ അടങ്ങിയ പ്രിൻ്റ് ഔട്ട് കൈവശം സൂക്ഷിക്കേണ്ടതാണ്. ഈ ഒരു പ്രിൻ്റ് ഔട്ട് അഡ്മിഷൻ സമയത്ത് കോളേജ് അല്ലെങ്കിൽ പഠന വകുപ്പുകളിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് യൂണിവേഴ്സിറ്റിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സും അതുപോലെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കിട്ടി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അല്ലെങ്കിൽ ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ജനറൽ വിഭാഗത്തിന് 990, SC/ST വിഭാഗത്തിന് 925 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ SBI പേ എന്നുള്ള അതായത് നിങ്ങളുടെ പ്രൊഫൈലിലെ അതായത് പേ ഫീസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് SBI പേ വഴി മാത്രമേ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മറ്റു വഴി ഫീ പേയ്മെൻറ്റ് ചെയ്താൽ അത് പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അഡ്മിഷൻ നേടേണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെയാണ് ഓപ്ഷൻ കിട്ടിയതെങ്കിൽ, ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് എനിക്കിപ്പോൾ കിട്ടിയതെങ്കിൽ ഞാൻ അവിടെ നിലവിൽ ഇപ്പോൾ ഫീസ് മാത്രമേ അടക്കേണ്ടതുള്ളൂ. അഡ്മിഷൻ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടി, നിങ്ങൾ അവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇനി അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. എനിക്ക് കിട്ടിയത് ഇപ്പോൾ BBA കോഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ BBA കോഴ്സാണ്, എനിക്ക് കോളേജൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ കൊടുത്ത കോളേജിൽ കിട്ടിയാലും അഡ്മിഷൻ എടുക്കുമെന്നുള്ള ആ ഒരു രീതി ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു BBA കിട്ടിയതുകൊണ്ട് ആ ഒരു കോഴ്സ് പഠിക്കാമെന്ന് വിചാരിച്ചു. ആ ഒരു കോഴ്സ് തന്നെ മതിയെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെയായിരിക്കും ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ആ ഒരു ഇപ്പോൾ കിട്ടിയ ആ ഒരു ഫീസ് അടച്ചിട്ടുള്ള ആ ഒരു സീറ്റായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ നേടാനായിട്ട് പറ്റുക. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കെല്ലാം അവിടെ തന്നെ
ആ ഒരു ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഓപ്ഷൻ കിട്ടിയാൽ മാറാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞുതരാം. ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് നിലവിൽ കിട്ടിയത്. നിങ്ങൾ ഹയർ ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ നിലനിർത്തി ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു രണ്ടാമത്തെ ഓപ്ഷനുള്ള താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ രണ്ടാമത്തെ ഓപ്ഷനാണ് നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരിക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓപ്ഷൻസ് അങ്ങനെ നിങ്ങൾ ഹയർ ഓപ്ഷൻ അവിടെ നിലനിർത്തിയിട്ടുണ്ട്, എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു നിലവിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങൾക്ക് തുടരാനായിട്ട് സാധിക്കും. അതായത് അവിടെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതും നിങ്ങൾ അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പോൾ ഹയർ ഓപ്ഷൻസിൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വീണ്ടും തിരികെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതല്ല. അതായത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് പോയ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഓപ്ഷനുകൾ യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റി പുനഃസ്ഥാപിച്ച് തരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഹയർ ഓപ്ഷൻസ് വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. അതേസമയം അതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനുകളെ അവിടെ തന്നെ നിലനിർത്തേണ്ടതാണ്. അഥവാ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റി ഹയർ ഓപ്ഷൻ പിന്നീട് വീണ്ടും പുനഃസ്ഥാപിച്ച് തരുന്നതല്ല എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനാണ് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ട എന്ന് ഉറപ്പാണെങ്കിൽ അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തത് എഡിറ്റ് ചെയ്ത് റീഅറേഞ്ചോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തൊക്കെ ചെയ്യാനുള്ള അവസരം ജൂൺ 21 വരെയാണ്. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റി പുനഃസ്ഥാപിച്ച് തരുന്നതല്ല എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.